ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയോട് ഗോകുൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് അച്ഛൻ വരുന്നുണ്ട്. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ കൃഷ്ണനെ കാണാൻ തന്നെ പോയതാണല്ലോ അല്ലേ? എനിക്കത് മനസ്സിലായെന്നും പറയാണ്. അതെ അച്ഛാ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന് എന്തോ ഒരു അപകടം പറ്റുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അതാണ് കേട്ടോ ഞാൻ പോയത്. എന്തിനാണ് നീ പോകുന്നത്? കാരണം സാറിന് എന്തെങ്കിലും പ്രശ്നം പറ്റി നിനക്കെന്താ? സാറിൻ്റെ കീഴിലല്ലേ ഞാൻ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കതെങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ. നീ ഈ പോക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ മോളെ കൺമണി എന്നും അച്ഛൻ ചോദിക്കുമ്പോൾ, അച്ഛൻ വിചാരിച്ച പോലുള്ള ഒരു ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല എന്നും സംസാരിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ നല്ലതാണ്, പക്ഷേ ഉണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുമെന്നും അച്ഛൻ കൺമണിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മിയും അതുപോലെ അമ്മായിമാരെയാണ്. അമ്മായിമാർ എന്തായാലും ലക്ഷ്മിക്ക് കൺമണിയുടെ കയ്യിൽ നിന്ന് അടി കൊണ്ട കാര്യം അറിഞ്ഞതിന് ശേഷം തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇനി ലക്ഷ്മിയെ തൻ്റെ വരുതിയിലാക്കണം, ഞങ്ങളുടെ ഒപ്പം നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ നിന്നെ അടിച്ചല്ലേ, അത് തിരിച്ചടി കൊടുക്കണ്ടേ എന്നൊക്കെ അമ്മായിമാർ പറയുമ്പോഴത്തേനും ഞങ്ങളത് ആരോടും പറയുമൊന്നുമില്ല, പക്ഷേ നമുക്കെന്തായാലും അവളെ തിരിച്ചടിക്കണം എന്നൊക്കെ അമ്മായിമാർ ലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട്. ലക്ഷ്മി അറിയുന്നുണ്ട് എന്തായാലും വേണം, ഇതിന് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്നും പറയാട്ടോ ചെയ്യുന്നത്. അവൾക്ക് അത്രയും ധൈര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നമ്മളൊരടി അടിച്ചാൽ അവൾ അവിടെ വീഴുമെന്നൊക്കെ അവരെല്ലാവരും സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ കാണിക്കുന്നത് നമ്മുടെ ബലരാമൻ്റെ അച്ഛനെയാണ്. അച്ഛന് വയ്യാണ്ട് കിടക്കുമ്പോഴത്തേനും ലാലി അവിടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ഓക്സിജൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ലാലി അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലു സർ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെയാണ്. അങ്ങനെ ബലരാമനെയും അവരുടെ അമ്മേനെയൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം തന്നെ ബലരാമനോട് പറയുന്നുണ്ട്, അമ്മ എന്താ മോനെ അച്ഛനിങ്ങനെ വയ്യാണ്ടാവുന്ന നീ കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം. അങ്ങനെയാകുമ്പോഴാണ് അച്ഛൻ പഴയ ആ സ്ഥിതിയിലേക്ക് വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഒരാളെ ഞാൻ തകർത്തിട്ടു അമ്മേ, ബാക്കി എല്ലാവരെയും ശരിയാക്കാം, അതിനൊരു സമയം വേണമെന്ന് പറയുന്നുണ്ട്. ഞങ്ങളോട് നിനക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടതും എന്നും പറയുകയാട്ടോ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റണം എന്നൊക്കെ പറയുന്നു. തീർച്ചയായും എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറയുക കേട്ടോ. അന്വേഷണം ബലരാമൻ പോകുന്ന സമയത്ത് തന്നെ ലാലി സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇത് കാണിക്കുന്നത് ശരിയാണോ? ബലരാമൻ കുഞ്ഞിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണോ? എന്തായാലും നിനക്കെന്താ എന്നോട് ഇത്ര സഹതാപം? അത് മറക്കേണ്ട ഒരു കാര്യം, ഞാനാണ് ബലരാമൻ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആ സത്യം നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നിൻ്റെ കഥ കഴിയുമെന്ന് പറയുന്നുണ്ട്. സാഗറിൻ്റെ വീട്ടുകാരെയും അവൻ്റെയും കഥ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് സുഖിക്കാൻ എന്ന് പറയാമെന്ന്. അങ്ങനെ ലാലി നീ അത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നിൻ്റെയും നിൻ്റെ മകൻ്റെയും കാര്യം വളരെയധികം കഷ്ടത്തിലാകുമെന്നും തന്നെ ഞാൻ പുറത്ത് പറയുകയല്ല, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ കേട്ടോ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം വീട്ടിൽ കാണിക്കുന്നത് കൃഷിൻ്റെ അമ്മയാണ്, അതായത് സുജാതയാണ്. സുജാതയുടെ കൈയൊക്കെ മുറിഞ്ഞിട്ട് ബലരാമൻ ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം തന്നെ ഡോക്ടർ അഴിച്ച് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നല്ല രീതിക്ക് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടൊരു പാട് പോലും ഇവിടെ കാണാനില്ല. അങ്ങനെ സാഗർ അവിടെ വരുന്നുണ്ട്. ഇതാരാ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് തന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ മോനാണെന്ന് സുജാത പറയട്ടെ. അപ്പോൾ സാഗറിന് ഭയങ്കര വിഷമാവുന്നുണ്ട്. മോനോ? സുജാതയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. കാരണം എന്നിട്ട് അതിന് ശേഷം തന്നെ പറയുന്നുണ്ട് MBBS പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ബലരാമനെ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓ, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എല്ലാവരും പറയുന്നത് കേട്ടു ബലരാമൻ സാറിനെ കുറിച്ച്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, നല്ല ആളാണ്. അത് മേഡത്തിൻ്റെ മോനാണോ എന്ന് ചോദിക്കുന്നു. ഭാഗ്യം ചെയ്ത അമ്മയാണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ കേട്ടിട്ട് സാഗർ അവിടെ മിണ്ടാതെ നിൽക്കുകയാണ്. അതിനുശേഷം തന്നെ സാഗറും സുജാതയും കൂടെ സംസാരിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് സുജാത പറയുന്നുണ്ട് എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട്, സുജാതയെ നീ ഇങ്ങനെയൊന്നും പറയണ്ട, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ഇതെല്ലാം കേട്ടാൽ അവന് ഇഷ്ടപ്പെടുന്നു വരില്ല, പക്ഷേ എന്തോന്നറിയില്ല ബലരാമനെ കാണുമ്പോൾ എൻ്റെ മോനെ ഓർമ്മ വരുന്നു എന്ന് പറയുന്നു. നമ്മുടെ മോനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ പ്രായമായതിനെ സാഗർ എന്ന് പറയുന്നു. അങ്ങനെ സ്വന്തം കൈവിട്ടു പോയ മോനെക്കുറിച്ച് ആലോചിച്ച് കരയായിട്ട് അവർ ചെയ്യുന്നു. അപ്പോഴത്തേനും അവിടേക്ക് ക്രഷ് വരുന്നുണ്ട്. ക്രഷ് പറയുന്നത് എന്താ പ്രശ്നം, ബലരാമൻ സാറിൻ്റെ ആൾക്കാരായതുകൊണ്ട് എല്ലാം ഫ്രീ ആണോ എന്ന രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ അത് മോനെ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ബലരാമനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നന്നായി, എനിക്ക് ആ പേര് കേൾക്കണമെന്നില്ല, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അമ്മയ്ക്ക്, വരൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. അതിനുശേഷം തന്നെ ലക്ഷ്മിയും അതുപോലെ തന്നെ കൺമണിയാണ് കാണിക്കുന്നത്. അപ്പോൾ കൺമണിയോട് ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് കേട്ടോ തന്നെ ലക്ഷ്മി.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് അടി കിട്ടിയല്ലോ, അതിൻ്റെ പക വീട്ടാണ്. നീ എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നീ എന്താ പോലീസ് കളിക്കുകയാണോ എന്നെ ഉപദ്രവിക്കാൻ? നിനക്ക് എല്ലാവരുമായിട്ട് വലിയ പിടിപാടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാമെന്ന് നീ വിചാരിക്കേണ്ട കൺമണി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന സമയത്ത് തന്നെ കൺമണിയുടെ കഴുത്തിലെ താലി കാണുന്നുണ്ട്. പക്ഷെ താലി കാണുന്നില്ല, ചരട് മാത്രമേ കാണുന്നുള്ളൂ. എന്താണ് ഈ മഞ്ഞ ചരട്, നീ എല്ലാം കൂടോത്രം കെട്ടി തൂക്കിയിരിക്കുകയാണെന്ന് ചോദിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കൺമണി പേടിച്ചിരിക്കുകയാണ് താലി കണ്ടു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കണ്ടിട്ടില്ല, ഈ താലി ബാക്കിലോട്ടായിട്ടുണ്ടായിരുന്നു. ഇത് കൂടോത്രമാണെന്നല്ലേ, അങ്ങനെ എന്നെ തകർക്കാൻ നീ നോക്കണ്ട എന്നൊക്കെ ലക്ഷ്മി കൺമണിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കൺമണി ഞാനൊരു അമ്പലത്തിൽ നിന്ന് പൂജിച്ച് വെച്ചത് ആ ചരടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി, എന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണല്ലേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി പോകുന്നു. അങ്ങനെ താലി കാണാത്തത് കാരണം തന്നെ കൺമണി വേഗം പോയിട്ട് വാതിലടച്ചിട്ട് ആ താലിനെ നോക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ടെൻഷനായി നിൽക്കുകയാണ്. കാരണം ഈ താലി ഇനി എത്രയും പെട്ടെന്ന് തന്നെ ആരെയുടെ കൺമുന്നിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.